ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഇന്ന് എൻ്റെ ഒരു ചെറിയൊരു മോർണിംഗ് റുട്ടീനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. ജസ്റ്റ് എൻ്റെ ഒരു 9:30-10 മണി വരെയുള്ള എൻ്റെ ഒരു റുട്ടീൻ. ഇത് നിങ്ങൾ ചിന്തിക്കാം ഇതൊരു സാധാരണ ഒരു കാര്യമല്ല, പക്ഷേ ഇത് നിങ്ങൾ കാണുന്ന ഒരു സാധാരണ ഒരു റുട്ടീനല്ല. ഇത് എനിക്ക് ചാലഞ്ചിങ് ആയിട്ടുള്ള എൻ്റെ മോർണിംഗ് റുട്ടീനാണ്. അപ്പോൾ അത് എനിക്ക് എൻ്റെ ഓരോ മോർണിംഗും ഓരോ പോരാട്ടമാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഉറങ്ങി എഴുന്നേറ്റു. സാധാരണ നല്ല ലേറ്റ് ആവും എനിക്ക്, അപ്പോൾ ഇന്ന് വീഡിയോയും കൂടെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ലേറ്റായി. നമ്മൾ താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ ആ കിടക്കയിൽ നിന്ന് വീൽ ചെയറിലോട്ട് കയറുന്നത് തൊട്ട് എനിക്ക് എൻ്റെ പോരാട്ടം ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ ഹസ്ബൻഡ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനുമായിട്ട് ചെറിയ കുശലങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യേണ്ട പോരാട്ടം തുടങ്ങുന്നത്. ഇതൊരു സിമ്പതി വീഡിയോ ആയിട്ട് ആരും കാണരുത്. ഞാനിതൊരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ടാണ് ഇതിട്ടേക്കുന്നത്. ഇത് ചെയ്യാൻ അറിഞ്ഞൂടാത്ത ഒരുപാട് കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ചെറിയ ഡെഡിക്കേഷൻ. അപ്പോൾ എന്നും പോലെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. ഇതാണ് എൻ്റെ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ പല്ല് തേക്കുന്ന തിരക്കായി. സാധാരണ ഈ സമയത്ത് പുള്ളി എഴുന്നേൽക്കുന്നതല്ല, പക്ഷെ ഇന്ന് എന്തോ എഴുന്നേറ്റ് വന്നു. നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടതാണ് എൻ്റെ ഹസ്ബൻഡ്. എല്ലാവരും കണ്ടോളൂ. അപ്പം നമ്മൾ ഒന്ന് മാറിക്കൊടുക്കുക. തിരക്കുള്ളവരാദ്യം പോട്ടെ അല്ലേ, അതുപോലെ മാറിക്കൊടുത്തു. പിന്നെ വെയിറ്റ് ചെയ്ത് നമ്മുടെ ഊഴം വരുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ചെറിയ ചെറിയ സെൽഫ് കെയറും സെൽഫ് ലവൊക്കെ ചെയ്ത് കുറച്ചൊന്ന് നമ്മുടെ ഡെയിലി റുട്ടീനായിട്ടുള്ള പല്ല് തേക്കൽ, മുഖം വൃത്തിയാക്കൽ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് ചെയ്യുന്നത്. ഇത് എന്നും ഇതുപോലെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ചില സമയം ഈ റുട്ടീനൊക്കെ മാറും. ഇതൊരു വീഡിയോയ്ക്ക് ഒരു ഓർഡറിൽ കിടക്കട്ടെ എന്ന് കരുതി ഓരോ ഓർഡറിൽ ചെയ്തു വന്നതാണ് കേട്ടോ. ശരിക്കും അതാണ് സത്യം. ഈ സെൽഫ് കെയറിനൊന്നും മിക്ക ദിവസങ്ങളിലും സമയം കിട്ടാറില്ല. പല്ല് മാത്രം തേച്ചിട്ട് തുടങ്ങുന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡേ ആണ് ഇത്. കിച്ചണിൽ കയറുന്നതിന് മുന്നേ നമ്മൾ മുടി ഒന്ന് ഒതുക്കി വെക്കണം. അത് എൻ്റെ ഒരു ഇതാണ്. എനിക്ക് ഒരുപാട് ഹെയർ ഫോൾ ഉള്ളതുകൊണ്ട് ഞാനത് ഒത്തിരി ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഒരു ഇതാണ് ഞാൻ ചെയ്യുന്നത്. കിച്ചണിൽ കയറുമ്പോൾ മുടി ചീകി കെട്ടി ഒതുക്കി വെച്ചിട്ട് കയറും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അങ്കത്തട്ടിലേക്ക് പോകാൻ സമയമായി. അപ്പോൾ പതിവ് പോലത്തെയുള്ള ഈ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ, ഈ ഒരു മൊമെൻ്റാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, എന്നും ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ മൊമെൻറ്റ്സ്. മൈ ലവ്. ഇതെനിക്ക് എന്നും പതിവായി കിട്ടുന്ന എൻ്റെ ഒരു ചടങ്ങാണിത്. അതില്ലാത്ത ദിവസങ്ങൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ സർവൈവ് ചെയ്യും. നമ്മളെല്ലാം ഫേസ് ചെയ്യണമല്ലോ അല്ലേ. അങ്ങനെ ഞാൻ മുന്നോട്ട് പോകും. അപ്പോൾ കുറച്ച് സ്നേഹം പങ്കിടലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം, ഞങ്ങൾക്ക് എന്നുമുള്ള ഈ ഒരു ചടങ്ങ് ഞാൻ കഴിഞ്ഞിട്ട് എൻ്റെ അങ്കത്തട്ടിലേക്ക് ഞാൻ വന്നു. ഇതാണ് എൻ്റെ ലോകം, ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ലോകം. അതിപ്പോൾ ഒട്ടുമിക്ക പേർക്കും അടുക്കള ഇഷ്ടമായിരിക്കും. പക്ഷേ എനിക്ക് അടുക്കളയോടുള്ള ഒരു പ്രത്യേക ഇഷ്ടമെന്ന് പറയുന്നത്, ഞാൻ ഇവിടെ സമയം ചെലവഴിക്കുമ്പോഴാണ് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന എന്തൊക്കെയോ എൻ്റെ 2 ജീവൻ കഴിക്കുന്നുണ്ട്. അവരതിലൂടെ ഹെൽത്തിയാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള എനിക്ക് എൻ്റെ ഒരു ആത്മവിശ്വാസം കിട്ടുന്നത് ഞാൻ ഈ ഏരിയയിലായിരിക്കുമ്പോഴാണ്. ഇതെൻ്റെ കുഞ്ഞടുക്കള. ഞാൻ തലേദിവസം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് അകത്തോട്ട് വയ്ക്കും. അവിടെ ഉണ്ടായി വീഴുന്ന വെള്ളങ്ങളൊക്കെ തുടച്ച് മാറ്റി ആ പുതിയ പോരാട്ടത്തിന് വേണ്ടി കളം ഒരുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതെനിക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയയാണ്. ചെലവഴിക്കാൻ ഇഷ്ടമാണ്, ചൂടില്ലാത്തപ്പോൾ. അങ്ങനെയാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോഴും സൈഡിൽ എനിക്ക് ആവശ്യമുള്ള എൻ്റെ ഊർജത്തിനുള്ള ബൂസ്റ്റ് ഞാൻ റെഡിയാക്കുന്നുണ്ട്. യെസ്, ഞാനൊരു ചായ ലവറാണെന്ന് എന്നെ അറിയാവുന്ന ഒട്ടുമിക്ക പേർക്കും അറിയാം. എനിക്ക് വേണ്ടി ഒരു ചായ രാവിലെ ഉണ്ടാക്കും. അതെനിക്കൊരു സന്തോഷം, എനർജിയൊക്കെ തരുന്ന ഒരിതാണ്.
അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മോർണിംഗ് റുട്ടീൻസ്. ഫുഡ് ഉണ്ടാക്കുന്നതൊന്നും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഓരോ ദിവസം ഇതുപോലെയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും, പക്ഷെ ഞാൻ തളരില്ല, ഞാൻ മാറും, എന്നെ മാറ്റിയെടുക്കും. നിങ്ങളും മാറുക.